ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് കൃഷ്ണ വൈജയന്തിയെ ചായ കുടിക്കാൻ വിളിക്കുന്നു. രോഹിത്തിനെയും വിളിക്കുന്നു. റൂമിൽ നിന്ന് പുറത്തു വന്ന വൈജയന്തി എനിക്ക് റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നു. എനിക്ക് അലീനയെ കാണേണ്ട എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നു, അലീന ചേച്ചി കുളിക്കുകയാണ്. അമ്മയുടെ ചായകുടി കഴിഞ്ഞേ വരികയുള്ളൂ. അമ്മക്കെന്താ അലീന ചേച്ചിയെ ഇത്രയ്ക്ക് പേടി? ഇത് കേൾക്കുമ്പോൾ വൈജയന്തി പറയുന്നു, എനിക്ക് അവളെ പേടിയൊന്നുമില്ല. എനിക്കവളെ കാണുന്നതേ ഇഷ്ടമല്ല. അലീന കുളിച്ചു വരുമ്പോഴേക്കും ചായ കുടിക്കാം എന്ന് പറഞ്ഞ് വൈജയന്തി ചായ കുടിക്കാനായി വരുന്നു. ചായ കുടിക്കാൻ വന്നിരിക്കുന്ന വൈജയന്തി രോഹിത്തിനോട് കോളേജിൽ പോയ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിലും ഒരു വേലക്കാരിയല്ലേ മുതലാളിയുടെ മോന് റെക്കമെൻഡേഷനുമായി പ്രിൻസിപ്പാളിനെ കാണാൻ പോകുന്നത്. അവളുടെ ഒരു അഹങ്കാരം. ബബിതയും കൃഷ്ണയും നിർബന്ധിക്കുമ്പോൾ രോഹിത്ത് കോളേജിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇത് കേൾക്കുന്ന വൈജയന്തി പറയുന്നു, എന്നിട്ട് പോയ കാര്യം നടന്നില്ലല്ലോ. ഒരു വട്ടം ചക്ക ഇട്ടപ്പോൾ മുയൽച്ചിത്തു എന്ന് കരുതി എപ്പോഴും മുയൽച്ചാകില്ല. ഇപ്പോൾ നിന്റെ പഠിപ്പ് വെള്ളത്തിലായില്ലേ എന്ന് വൈജയന്തി ചോദിക്കുന്നു. അടുത്തതായി കാണിക്കുന്നത് ടോണിയാണ്. ടോണി മാമച്ചനെ കാണാൻ വന്നിരിക്കുകയാണ്. രാത്രി കുടിച്ച് പൂസായിട്ടാണ് വന്നിരിക്കുന്നത്. മാമച്ചനെ ഒരുപാട് വിളിക്കുന്നുണ്ട്. രേവതി കുട്ടിയാണ് വാതിൽ തുറക്കുന്നത്. ഒപ്പം മാമച്ചനും ഗ്രേസമ്മയും പുറത്തേക്ക് വരുന്നു. ടോണി മാമച്ചനെയും മരിച്ചുപോയ അവരുടെ മകനെയും ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നിങ്ങളുടെ മകൻ കാരണമാണ് എന്റെ ജീവിതം നശിച്ചത്. നിങ്ങളുടെ മകന്റെ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയില്ല. ആ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ ഉരുകി ഉരുകി ജീവിക്കണം എന്നെല്ലാം പറഞ്ഞ് ടോണി അവിടെ നിന്ന് പോകുന്നു. ടോണിയോട് മാമച്ചൻ നാളെ സംസാരിക്കാം, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ടോണി ഇതൊന്നും വക വെക്കുന്നില്ല. മാമച്ചനോട് വലിയ വിരോധത്തിലാണ് ടോണി. അടുത്തതായി കാണിക്കുന്നത് കൃഷ്ണയെയാണ്. ബബിത കൃഷ്ണയെ കാണാൻ വരുന്നു. ഞാൻ ടൗണിലേക്ക് പോകുകയാണ്, നീ വരുന്നോ? എന്താ കാര്യം? കൃഷ്ണ ചോദിക്കുന്നു. അതെല്ലാം ഞാൻ പോകുന്ന വഴി പറയാം, ബബിത പറയുന്നു. രോഹിത്ത് ബബിതയോട് കാര്യം തിരക്കുന്നു. എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു എന്നെല്ലാം. പോകേണ്ട കാര്യമുണ്ട്, അതൊരു സർപ്രൈസാണ്, ബബിത പറയുന്നു. കൃഷ്ണ വരുന്നു. ബബിതയും കൃഷ്ണയും കൂടി വണ്ടിയെടുത്തു പോകുന്നു. രോഹിത്ത് അത് നോക്കി നിൽക്കുന്നുണ്ട്. ബബിതയും കൃഷ്ണയും ടൗണിൽ പോയി തിരിച്ചു വരുന്നു. രോഹിത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. രോഹിത്തിനെ കാണാത്ത പോലെയാണ് രണ്ടുപേരും പോകുന്നത്. ഇതു കണ്ട രോഹിത്ത്, ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇതെല്ലാം ആർക്കാണ് എന്ന് ചോദിക്കുന്നു. അതെല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. നേരെ പോകുന്നത് അലീനയുടെ അടുത്തേക്കാണ്. അലീന ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോയതാണ്. ഡ്രസ്സുകളെല്ലാം അലീനയ്ക്ക് കാട്ടിക്കൊടുക്കുന്നു. അലീന നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബബിത പറയുന്നു, ഇതെല്ലാം അലീന ചേച്ചിക്കാണ്. ഇത് കേട്ട അലീന അതിശയത്തോടെ നോക്കി നിൽക്കുന്നു. ഇതെല്ലാം എനിക്ക് വേണ്ടി വാങ്ങിയതാണോ? അലീന ചോദിക്കുന്നു. കൃഷ്ണ പറയുന്നു, അതെ. അലീന ചേച്ചിയുടെ ഡ്രസ്സെല്ലാം ബബിത കത്രിക കൊണ്ട് കീറിയില്ലേ കുറേ ദിവസം മുന്നേ. അതിന് പകരമായി ബബിത ചേച്ചി തന്നെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് വാങ്ങിയതാണ്.